എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശനത്തിനായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റും അതുപോലെ ആർക്കിടെക്ചർ കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കീം 2024 അതായത് ce.kerala.gov.in എന്ന വെബ്സൈറ്റിലെ കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്ക് വഴി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതും അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതും ആണ്. ഇവിടെ നിങ്ങൾക്ക് സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റ് എഞ്ചിനീയറിംഗ്, സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റ് ബിഫാം, അതുപോലെ തന്നെ ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ് ആർക്കിടെക്ചർ എന്നിങ്ങനെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഏത് കോഴ്സിലേക്കുള്ള ആ ഒരു റിസൾട്ടാണ് അറിയേണ്ടത്, ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു PDF നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ അത് ഏകദേശം കുറേ പേജുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ആ ഒരു PDFിലെ സെർച്ച് ഐക്കൺ ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ അതിൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിലാണ് കാണാൻ സാധിക്കുക. ഇതിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അതായത് ഏകദേശം 820 പേജാണ് ഇത് കാണിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക. പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് നമുക്ക് ഈ ഒരു അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിലവിൽ ഏത് ദിവസമാണ് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് വെബ്സൈറ്റിൽ അത് ആ ഒരു ഡേറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും അതുപോലെ തന്നെ നിങ്ങളുടെ ആക്സസ് കോഡും നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ആക്സസ് കോഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു പേജിൽ കാണുന്ന കോഡാണ്. അപ്പോൾ ആ ഒരു ലോഗിൻ പേജിൽ കാണുന്ന ജസ്റ്റ് കുറച്ച് ഇംഗ്ലീഷ് അക്ഷരത്തിനാണ് ആക്സസ് കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൂടി നൽകിയ ശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹോം പേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോയിൽ നിങ്ങളുടെ പേര്, റോൾ നമ്പർ, അതുപോലെ അലോട്ട്മെൻറ്റ് ലഭിച്ച കോഴ്സ്, കോളേജ്, അലോട്ട്മെൻറ്റ് ലഭിച്ച കാറ്റഗറി, ഫീസ് സംബന്ധിച്ച വിവരങ്ങൾ എന്നിവ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ ഉണ്ടായിരിക്കും. അലോട്ട്മെൻറ്റ് മെമ്മോ, ഡാറ്റ ഷീറ്റ് എന്നിവ വിദ്യാർത്ഥികൾ ഡൗൺലോഡ് ചെയ്തെടുക്കുകയും അതിൻ്റെ ഓരോ കോപ്പി വീതം നിങ്ങളുടെ കയ്യിൽ ഭാവി ആവശ്യത്തിന് വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെക്കേണ്ടതും ആണ്. കാരണം ഭാവിയിൽ നിങ്ങൾക്ക് വല്ല സ്കോളർഷിപ്പോ മറ്റങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ആവശ്യമായിട്ട് വരും. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഹോം പേജിൽ നിന്നും അലോട്ട്മെൻറ്റ് മെമ്മോയുടെ പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടതാണ്. ഈ ഒരു ഘട്ടത്തിൽ ലഭ്യമാകുന്ന അലോട്ട്മെൻറ്റ് മെമ്മോ പിന്നീട് ലഭ്യമാകുന്നതല്ല. അതിനാൽ തന്നെ അലോട്ട്മെൻറ്റ് മെമ്മോയുടെ പകർപ്പ് വിദ്യാർത്ഥികൾ പിന്നീടുള്ള ആവശ്യങ്ങൾക്കായിട്ട് സൂക്ഷിച്ചു വെക്കണം. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ ഹോം പേജിലെ ഡാറ്റ ഷീറ്റ് എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്ത് ഡാറ്റ ഷീറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. പ്രവേശനം നേടുന്ന സമയത്ത് ഡാറ്റ ഷീറ്റ്, അലോട്ട്മെൻറ്റ് മെമ്മോ എന്നിവയും പ്രോസ്പെക്ടസ് ക്ലോസ് 11.a.1 പറഞ്ഞിരിക്കുന്ന ബാധകമായിട്ടുള്ള രേഖകളും വിദ്യാർത്ഥികൾ ഹാജരാക്കേണ്ടതാണ്. ഇനി ഫീസിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച എഞ്ചിനീയറിംഗ്, ഫാർമസി കോഴ്സുകൾക്ക് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണിച്ചിട്ടുള്ളതും പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് അടക്കേണ്ടതുമായിട്ടുള്ള ഫീസ് നിങ്ങൾ 21-ാം തീയതി മുതൽ 27-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്കുള്ളിൽ ഓൺലൈൻ പേയ്മെൻറ്റ് മുഖാന്തരമോ ഹെഡ് പോസ്റ്റ് ഓഫീസുകൾ മുഖേനയോ അടച്ച ശേഷം 27-ാം തീയതി വൈകുന്നേരം, അതായത് ഓഗസ്റ്റ് 27-ാം തീയതി വൈകുന്നേരം 3-ന് മുമ്പായിട്ട്, അതായത് 3 മണിക്ക് മുമ്പായിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. ആർക്കിടെക്ചർ കോഴ്സുകൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണിച്ചിട്ടുള്ളതും പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് അടക്കേണ്ടതുമായിട്ടുള്ള ഫീസ് 21-ാം തീയതി മുതൽ 24-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്കുള്ളിൽ ഓൺലൈൻ പേയ്മെൻറ്റ് മുഖാന്തരമോ ഹെഡ് പോസ്റ്റ് ഓഫീസുകൾ മുഖേനയോ അടച്ച ശേഷം 24-ാം തീയതി വൈകുന്നേരം 3 മണിക്കുള്ളിൽ പ്രവേശനം നേടേണ്ടതാണ്. പോസ്റ്റ് ഓഫീസുകളുടെ ലിസ്റ്റ് വെബ്സൈറ്റിൽ ലഭ്യമാണ്. എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സിന് 1-ാം ഘട്ടത്തിൽ ലഭിച്ച അലോട്ട്മെൻറ്റിൽ നിന്നും വ്യത്യസ്തമായ അലോട്ട്മെൻറ്റ് 2-ാം ഘട്ടത്തിൽ ലഭിച്ചവർ അധിക തുക പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ പേരിൽ അടക്കേണ്ടതുണ്ടെങ്കിൽ മുകളിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ, അതായത് ആ ഒരു തീയതിക്കുള്ളിൽ തന്നെ അടക്കേണ്ടതും നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അഡ്മിഷൻ നേടേണ്ടതും ആണ്. അതുപോലെ തന്നെ കോളേജുകളിൽ അടക്കേണ്ട ഫീസ് പ്രവേശന സമയത്ത് വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അടയ്ക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിശ്ചിത സമയത്തിനുള്ളിൽ ഫീസ് അല്ലെങ്കിൽ അധിക തുക ബാധകം ആണെങ്കിൽ അടക്കാത്ത വിദ്യാർത്ഥികളുടെയും അതുപോലെ തന്നെ കോളേജുകളിൽ ഹാജരായി എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിൽ ഫസ്റ്റ് ഘട്ടത്തിൽ, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ
തുടരുന്നവർ ഉൾപ്പെടെ പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികളുടെയും അലോട്ട്മെൻറ്റ് ബന്ധപ്പെട്ട സ്ട്രീമിലെ ഹയർ ഓപ്ഷനുകളും റദ്ദു ചെയ്യപ്പെടുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള സമയക്രമം വിദ്യാർത്ഥികൾക്ക് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നാം ഘട്ടത്തിലെ അലോട്ട്മെൻറ്റിൽ തുടരുന്നവർ ഉൾപ്പെടെ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും അലോട്ട്മെൻറ്റ് പ്രകാരമുള്ള കോളേജിൽ 21-ാം തീയതി മുതൽ 27-ാം തീയതി വൈകുന്നേരം 3 മണിക്കാവും. ആർക്കിടെക്ചർ കോഴ്സിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും 21-ാം തീയതി മുതൽ 24-ാം തീയതി വൈകുന്നേരം 3 മണിക്കാവും പ്രവേശനം നേടണം. അതുപോലെ എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ഫാർമസി കോഴ്സിൽ പ്രവേശനം നേടേണ്ട തീയതിയും സമയവും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിശദമായിട്ടുള്ള ഷെഡ്യൂൾ പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ഹാജരായി പ്രവേശനം നേടേണ്ട തീയതിയും സമയവും അറിയുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ ആ ഒരു പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ വെബ്സൈറ്റ് നിർബന്ധമായിട്ടും സന്ദർശിക്കേണ്ടതാണ്. ഇനി 3-ാം ഘട്ട അലോട്ട്മെൻറ്റ് എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള 3-ാം ഘട്ട അലോട്ട്മെൻറ്റിന് പുതുതായിട്ട് ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനുള്ള സൗകര്യം ലഭ്യമാക്കിയിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് ഫാർമസി ആർക്കിടെക്ചർ കോഴ്സുകളിലേക്കുള്ള അടുത്ത ഘട്ടവുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള വിജ്ഞാപനം പിന്നീട് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അറിയിപ്പുകൾക്കായിട്ട് വിദ്യാർത്ഥികൾ പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ വെബ്സൈറ്റ് നിരന്തരം സന്ദർശിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ അതായത് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ഇവിടെ ആ ഒരു ഡേറ്റ് നൽകിയിട്ടുണ്ട്. അതായത് ജോയിനിങ് ഷെഡ്യൂൾ ഫോർ എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ഫാർമസി നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഓരോ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളും ഏത് സമയമാണ് കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു ലിസ്റ്റാണത്. അപ്പോൾ ജസ്റ്റ് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു PDF നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ഫാർമസി കോഴ്സ്, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗിൽ തന്നെ നിങ്ങൾക്ക് വിവിധ കോഴ്സുകളുണ്ട്. അപ്പോൾ ആ ഒരു കോഴ്സുകളിൽ ലഭിച്ച വിദ്യാർത്ഥികൾ ഏത് സമയം എപ്പോഴാണ് ഹാജരാവേണ്ടത് എന്നുള്ളതും, ആർക്കിടെക്ചർ കോഴ്സിലുള്ള വിദ്യാർത്ഥികൾ എപ്പോഴാണ് ഹാജരാവേണ്ടത് എന്നിങ്ങനെയൊക്കെയുള്ള വിവിധ കോഴ്സുകളിലെ ഡീറ്റെയിൽസും ഷെഡ്യൂൾ, അതായത് അഡ്മിഷൻ ഷെഡ്യൂൾ നൽകിയിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ വിളിച്ച് ആ ഒരു ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.